ഈ സദസ്സുകളെല്ലാം സമർപ്പിക്കാനുള്ളത് മഹാനരായ നൂറുൽ ഉലമാ ഉസ്താദ് അവർക്ക് അവിടുത്തെ ജീവിതം മുഴുവനും സമർപ്പിക്കാനുണ്ടായിരുന്നത് ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്കാണ്. അതുകൊണ്ടാണ് അവസാന കാലം സ്വലാത്തിന്റെ സമാഹരണം നടത്തിയിട്ട് വിതരണം ചെയ്യുന്നു. ഷഅർ മുബാറക്ക് കരുതി വെച്ച് ചുംബനം കൊടുത്തിട്ട് എന്റെ കഫൻ പുടവയിൽ വെക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കരുതി വെച്ചിട്ടുണ്ട്, ജനാസയിൽ വെച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് ഇമാമുകളുടെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. അവരെ പിന്തുടർന്നുകൊണ്ട് എനിക്കെല്ലാ നിലയിലും ജയിക്കാനുള്ള മാർഗം എന്റെ ഹബീബാണ്. മഹാനരായ താജുൽ ഉലമാ തങ്ങളവറുകൾ എപ്പോഴും അവിടുന്ന് പണ്ട് പകർത്തിയെടുത്ത ദലായിലുൽ ഖൈറാത്ത് പ്രായമേറിയപ്പോഴും ക്ഷീണം വകവെക്കാതെ ചൊല്ലുകയാണ്. അവിടുന്ന് കയ്യിലുള്ളത് ഹബീബെന്ന വസീലയാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളുപ്പാപ്പ ഏത് രോഗി വന്ന് വേദന പറയുമ്പോഴും ഏതാള് വന്ന് ആകുലത പറയുമ്പോഴും ഏൽപ്പിച്ചു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത ഉംദതി ഫാഗിത്നി ഫീ ശിദ്ദതി. യാ റസൂലല്ലാഹ് അൻത ഉംദതി ഫാഗിത്നി ഫീ ശിദ്ദതി എന്നതുപോലെയാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളുപ്പാപ്പയ്ക്ക് എല്ലാം വെക്കാനുള്ളത് ഹബീബിന്റെ സന്നിധിയിലാണ്. ഒരിക്കൽ അവിടുന്ന് നൂറുകണക്കിന് ആളുകൾ തിക്കും തിരക്കോടെ കാത്തു നിൽക്കുമ്പോ സ്വലാത്തു ചൊല്ലി വെള്ളത്തിലേക്ക് ഊതുകയാണ്. കടന്നു ചെല്ലുമ്പോ ഞങ്ങൾ ചെറിയ മുത്തഅല്ലിമീങ്ങളല്ലേ, അവിടുന്ന് പറയുന്നു, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല, ഞാൻ ഉപ്പാപ്പയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. എല്ലാവരുടെയും ആയുധം ഹബീബാണ്. അല്ലാഹുവേ, അവിടുത്തെ ഖബറിടം സ്വർഗത്തോപ്പാക്കി പദവികൾ ഉയർത്തി അവിടുത്തെ പ്രകാശം ഞങ്ങളിലേക്കും നൽകണേ റഹ്മാനേ. പ്രത്യേകിച്ചും ഉമറുൽ ഫാറൂഖ് തങ്ങളുപ്പാപ്പ ഞങ്ങളുടെ കൊല്ലം ഖാദിസിയ എന്ന സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയും ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവനും ഞങ്ങളുടെ ഉപ്പയെപ്പോലെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി ഉപദേശം നൽകി വാത്സല്യം നൽകിയവരാണ്. അല്ലാഹുവേ, നാളെ സ്വർഗീയ ആരാമത്തിലും അവരുടെ ചാരത്തോടിയെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഒരൊറ്റ കാര്യം പറഞ്ഞു ഞാൻ നിർത്തിക്കോട്ടെ. എല്ലാ മഹാന്മാർക്കും എല്ലാം സമർപ്പിക്കാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലാണ്. എല്ലാം കൊണ്ടുവെക്കാനുള്ളത് ഹബീബായ തങ്ങളുടെ മുമ്പിലാണ്. എല്ലാം സമർപ്പിക്കാനുള്ള കേന്ദ്രം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. മഹാന്മാര് രചനകൾ നടത്തിയപ്പോൾ അവരുടെ രചനകൾ കൊണ്ടുവച്ചത് ഹബീബിന്റെ സന്നിധിയിലാണ്. സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് ഏൽപ്പിച്ചു കൊടുത്തത് മുത്തുനബി തങ്ങളുടെ പക്കലാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇവിടെ സയ്യിദ് അവറുകളുടെ ദുആ നടക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നിങ്ങളെല്ലാം ഏറെ സമയമായിരിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. മഹാനായ മൻസൂർ ബിൻ മുഹമ്മദുൽ അർബസി റളിയല്ലാഹു അൻഹു ആരാണ്?
മൻസൂർ ബിൻ മുഹമ്മദുൽ അർബസി റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യുന്ന നേതാവാണ്. തൂനിസിലെ സൈത്തൂന പള്ളിയിൽ സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യുന്ന മൻസൂർ ബിൻ മുഹമ്മദുൽ അർബസി റളിയല്ലാഹു അൻഹു ബുഖാരി 40 കൊല്ലം ദർസ് നടത്തിയെന്ന് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ കുറിച്ച് നിങ്ങൾ കേൾക്കാറില്ലേ? താജുൽ ഉലമാ തങ്ങളുപ്പാപ്പാന്റെ ദർസിനെ കുറിച്ച് കേൾക്കാറില്ലേ? നൂറുൽ ഉലമാ ഉസ്താദ് അവരുടെ ദർസിനെ കുറിച്ച് കേൾക്കാറില്ലേ? അതൊന്നും ചെറിയ കർമ്മമല്ല, അത് വലിയ കർമ്മമാണ്.